ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും അമ്മൂൻ്റെ വീട്ടിലെത്തി. ഒറ്റപ്പാലത്ത് വീക്കെൻഡ് അല്ലേ, അങ്ങനെ പോകുന്ന. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ഉണ്ട്. ഒരു 1 വീക്ക് ട്രിപ്പ് പ്ലാന് പൂനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയാണ് ട്രെയിന്. സോ അതിൻ്റെ പാക്കിങ്ങൊക്കെ ആയിട്ട് നടക്കുക. ഇപ്പോൾ പിന്നെ 1 വീക്ക് ഞാൻ ലീവ് ആയതുകൊണ്ട് കുറച്ച് വർക്ക് റിലേറ്റഡ് തിങ്സ് ഒന്ന് സെറ്റാക്കാണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. പാക്കിങ്ങൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. എന്നാൽ വീട്ടിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഇവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാം. അപ്പോൾ പിന്നെ പാക്ക് ചെയ്ത് നടക്കുക, കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ എടുത്തിട്ട്. ഞാൻ പിന്നെ റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂം നോക്കുമായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അവർക്ക് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വേറെ റൂമുണ്ടോ നോക്കണം. ഞങ്ങളിപ്പോൾ ഇന്ന് കയറി കാണിച്ചാൽ, ഇന്നിപ്പോൾ എന്താ ഡേറ്റ്, 28-ാം തീയതി കയറി കാണിച്ചാൽ അവിടെ എത്തുന്ന 29th നൈറ്റാണ്. എന്ന് വെച്ചാൽ നാളെ രാത്രി എത്തുക. അത് 9 മണിക്കാവും. പിന്നെ റിട്ടയർ റൂം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ വല്ല റൂം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ റൂം ബുക്ക് ചെയ്യട്ടെ. പിന്നെ ഈ ട്രിപ്പിൽ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഒപ്പം അമ്മൂൻ്റെ അച്ഛനും അമ്മയുണ്ട്. സോ അച്ഛനൊരു റെയിൽവേ പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ റിട്ടയർ ആയ ശേഷം, ഞാൻ റെയിൽവേയിലായിരുന്നേ. അപ്പോൾ റിട്ടയർ ആയ ശേഷം റെയിൽവേ പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൂനെയൊക്കെ അടുത്താണ്. അപ്പോൾ അങ്ങനെ അവരെ മുന്നേ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പേരെ കാണാനും പിന്നെ അവിടെയൊക്കെ സ്ഥലം ഇറങ്ങാനൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ ഗൈസ്, ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് വന്നു പറഞ്ഞില്ലേ. സോ അതിൽ നമ്മൾ കുറേ കാർഡ് ഓഫേഴ്സാണ് കൂടുതലും കാണുന്നത് ഇപ്പോൾ. സോ കാർഡ് ഞാൻ കുറേയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇൻസ്റ്റയിൽ ഞാനൊരു സംഭവം കണ്ടായിരുന്നു. ഈ കാർഡ് ഇല്ലാത്തതിന് നമുക്ക് ആ കാർഡ് ഡിസ്കൗണ്ട്സ് എടുക്കാൻ പറ്റിയൊരു ഓപ്ഷൻ. അത് IIT സ്റ്റുഡൻറ്റ് എന്തോ ചെയ്തതാണ്. അതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു. 5:30-ക്കാണ് ട്രെയിൻ, 6 മണിക്കാണ് ട്രെയിന്. നേരെ ഇപ്പോൾ 5 മണിയാവാനായി. ഇപ്പോൾ ഇറങ്ങാറായി. സോ ഞങ്ങളുടെ പെട്ടിയൊക്കെ ഉണ്ടോ, അമ്മ റെഡി ആയി നിൽക്കും. ഒരു പെട്ടിയും ഒരു ബാക്ക് പാക്ക് അമ്മൂൻ്റെ കയ്യിലും ഒരു ബാക്ക് പാക്ക് എൻ്റെ കയ്യിലും. ഇത്രയേ ഉള്ളൂ. ട്രാവൽ ലൈറ്റാണ് ഞങ്ങളുടെ പോളിസി. സോ ഗൈസ്, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചിപ്സൊക്കെ മേടിച്ചിരുന്നു. അമ്മയും അച്ഛനൊക്കെ ഫുൾ സെറ്റായി നിൽക്കുക പോകാൻ വേണ്ടിയിട്ട്. ഒറ്റപ്പാലം ട്രെയിൻ 6 മണിക്കാണ്. കുറച്ച് ചിപ്സൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ എത്തി. എല്ലാവരും നടക്കും. 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് 7ാമത്തെ കോച്ച്. ഗൈസ്, അമ്മൂൻ്റെ വീക്ക്നെസ് ഉണ്ടോ, 20-30 എണ്ണം വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അരമണിക്കൂറിൽ കഴിച്ചു തീർക്കും ചെയ്യും. ഹലോ ഗൈസ്, അപ്പോൾ 25-26 വർഷങ്ങൾക്ക് ശേഷം പൂനെയിലോട്ട് തിരിച്ചു പോവുകയാണ്. നമ്മൾ ഹസ്ബൻഡ് ഉണ്ട്, അച്ഛനും അമ്മയുമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അവിടെ പോയിട്ട് പഴയ കാര്യങ്ങളൊക്കെ അയവറുക്കാനുള്ള ശ്രമത്തിലാണ്. ട്രെയിനിൽ കയറി. അത്യാവശ്യം റഷ് ഉണ്ട്. എന്താ ജസ്റ്റ് ഒറ്റപ്പാലം നട്ടു. ഞങ്ങളെല്ലാം സെറ്റായി. ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ എന്താ അച്ഛൻ ഫോണിൽ നോക്കണു, അമ്മ ഫോണിൽ നോക്കണു, അമ്മയും ഫോണിൽ നോക്കണു. എല്ലാവരും ഫോണിലും കുത്തിപ്പിടിച്ചിരിക്കുക. ഇനിയിപ്പോൾ നാളെ വൈകുന്നേരമാണ് അവിടുത്തെ. വൈകുന്നേരം രാത്രിയാണ്, 9 മണിക്ക് എത്തുള്ളൂ. അപ്പോൾ ഗൈസ്, തിരുപ്പൂരെത്തിയ. തിരുപ്പൂരിൽ ഞങ്ങൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. തലപ്പക്കെട്ടി ബിരിയാണി ഓർഡർ ചെയ്ത് 2 ഓർഡർ ചെയ്തു. 4 പേര് കഴിക്കാൻ. ഇതാകുമ്പോൾ റെഡി ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. ഇത് എഗ്ഗ് ബിരിയാണിയാണ്. പിന്നെ പിന്നെ ഒരു കറി. സൂപ്പർ. ഇന്നത്തെ കഴക്കും പരിപാടികളൊക്കെ കഴിഞ്ഞ് കടന്നു. ഇപ്പോൾ തിരുപ്പൂർ വിട്ട് ഈറോഡ് എത്താറായി. ഇനിയിപ്പോൾ നാളെ രാവിലെ കാണാം. കുറച്ച് വീഡിയോസും മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ കിടന്നു. ഇതായത് സ്റ്റേഷൻ എത്തി. ഗണ്ടിക്കോട്ട.
നിർത്താത്തതാ ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ ഗണ്ടിക്കോട്ടെത്തി. ആന്ധ്രാപ്രദേശിൽ എവിടെയോ പുറത്തും കഴിഞ്ഞൊക്കെ നീറ്റേ ഉള്ളൂ. പല്ല് കഴിച്ച് വന്നിരിക്കണം. അമ്മക്ക് നീറ്റ് കുറച്ച് നേരമായി. ഞാൻ ഇപ്പോൾ നീറ്റേ ഉള്ളൂ. നേരെ 8 മണി 8 പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ നീറ്റ് ഞാൻ ഇരിക്കുമോ. കുറേ ആൾക്കാർ ഇപ്പം കടന്നു. ഗണ്ടിക്കോട്ട ആടിപ്പത്രിയത്ത് ആന്ധ്രയിലെ എവിടെയാണ്. ഒന്നും കാണാനൊന്നുമില്ല. കുറച്ച് സീനറീസ് കാണിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം കാണുമ്പോൾ. 2-3 മിസ്സായി. ഞാൻ ഉറങ്ങുമായിരുന്നു അപ്പോഴൊക്കെ. നേരത്തെ പറഞ്ഞ സ്റ്റേഷനിലാണ്. അവിടെ സ്റ്റേഷനിൽ മോള് ഭാഗമൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ ഷോപ്പുള്ളതാണ്. ഇതൊക്കെ മഴക്കാറുണ്ട് ചെറുതായിട്ട്. ഇവിടുന്ന് ട്രെയിൻ എടുക്കുമായി. അവന്ന് ഇറങ്ങാൻ വിചാരിച്ച് വന്നതാണ്. പക്ഷെ അപ്പോഴേക്കും ട്രെയിൻ എടുത്തു. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സ്റ്റേഷൻ. നന്നായിട്ട് ഉറങ്ങിയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ലായിരുന്നു. പക്ഷേ AC കൊണ്ട് ഭയങ്കര സൈലൻസ് ആണ്. ആൾക്കാരുടെ കൂർക്കം വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. ഈ റോഡിൽ കുറേ ലേക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. 2 സൈഡിലുണ്ട്. അപ്പുറത്തുണ്ട്. അപ്പുറത്ത് കഴിഞ്ഞു. അതിന് നടുവ് കൂടെ റെയിൽ പോകുന്നത്. ഇടയ്ക്ക് ഈ വൻ സീനിക്കാണ്. ഞാൻ ക്യാമറ ഓണാക്കി വരുമ്പോഴേക്കൊക്കെ പോവുകയും ചെയ്യും. ഗൈസിന് പുറത്തേക്ക് ഇറങ്ങി ഗുഡക്കലിലെത്തി. ഇവിടെ കാര്യമായിട്ട് ഫുൾ സമൂസക്കാരാണ് രാവിലെ തന്നെ. പിന്നെ കുറേ ഇഡ്ഡലി വടയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ സ്റ്റേഷനിൽ ഒരു ലെമൺ റൈസ് മേടിച്ചു. അവിടെ ഇഡ്ഡലി വട ഒന്നുമില്ല. ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കഴിച്ചാൽ മതിയായിരുന്നു. എന്തായാലും ഒന്ന് സമൂസ വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ഉള്ളിൽ കയറുന്ന സമയത്ത്. ഇവിടെ കുറച്ച് നേരം സ്റ്റോപ്പുണ്ട്. വണ്ടിയിൽ നിന്ന് വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് റീഫില്ലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവർ. നല്ല വോയിസ് ഉണ്ടല്ലേ. വീഡിയോ ഞാനൊരു വൈകുന്നേരം വരെ എടുത്തിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ അടുത്ത വീഡിയോയിലാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സീരീസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സ്റ്റേഷനിൽ. അവിടെ അത്യാവശ്യം റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. വൈകുന്നേരം ആക്കണ്ടേ. ഇത് മൊത്തം പാടാണ് ഗൈസ്. എന്തൊക്കെയോ നട്ടിട്ടുണ്ട് പുതുതായിട്ട്. കാണാനൊക്കെ മര്യാദയ്ക്ക്. ആണോ ഒരു പച്ച സാധനം എന്താണെന്ന് അറിഞ്ഞൂടാ. ടൊമാറ്റോ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു ബോർഡറിലാണ് കേട്ടോ. ആന്ധ്ര കർണാടക ബോർഡറിലാണ് നമ്മളെത്തുന്നത്. ഒരു റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആന്ധ്രയ്ക്ക് കയറും. പിന്നെ വീണ്ടും കർണാടകയിൽ കയറും. ജസ്റ്റ് ക്രോസിങ് മാത്രമേ ഉള്ളൂ അവിടെ. KCB സബ്സ്റ്റേഷനാണ് ഇപ്പോൾ കഴിഞ്ഞ. അവിടെ ദൂരെ ഒരു റിവർ കാണാമല്ലേ. ഭീമ റിവർ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് നമ്മൾ കർണാടകയ്ക്ക് കയറുക. കഴിഞ്ഞത് ഏതറിയും. ഇത് മന്ത്രാലയം റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനായിരുന്നു. കൊള്ളാമല്ലേ. നല്ല വെള്ളമുണ്ട്. കാണാൻ നല്ല ചന്തമുണ്ട്. വിശേഷം കണ്ടിരുന്നു. നല്ല പടം. നല്ല കോമഡി പടമാണ്. ഇപ്പോൾ അവിടെ അമ്മ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു.
അവിടെ ബോട്ടിങ്ങൊക്കെ ഇരിക്കുന്നു, വെച്ചവിടെ കിടന്നുറങ്ങണു, നമ്മൾ ഇവിടെ കിടന്നുറങ്ങണു. നല്ല വെയിലാണ് ഗൈസ്. പക്ഷേ എ സിയിലിവിടെ ചൂടറിയുന്നില്ല, പുറത്ത് നല്ല ചൂടാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനെ ഓരോ കൃഷി സ്ഥലങ്ങളാട്ടോ. അടുത്തൊന്നും അങ്ങനെ വീടൊന്നും കാണില്ല, വിജനമായി കിടക്കുന്ന കുറേ സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ മിക്കതും ഓരോ അഗ്രികൾച്ചർ കൾട്ടിവേഷനായിട്ടാണ് കിടക്കുന്നത്. ഫുൾ കൃഷി സ്ഥലമാണ് ഗൈസ്, വിജിതമായി നിൽക്കുന്ന കൃഷി സ്ഥലങ്ങൾ. ഒരു വീട് പോലും കാണാനില്ല. ഒരു 2-3 കിലോമീറ്ററിൻ്റെ ദൂരത്ത് നിലക്കടല കൃഷിയാണ് ഗൈസ്. റൈച്ചൂരിലെ തെർമൽ പവർ പ്ലാന്റാണ് ആ കാണുന്നത്. വൻ സെറ്റപ്പാണല്ലോ. നമുക്ക് വർക്കിങ്ങാണ് ഇപ്പോഴും, പുക പോകുന്നുണ്ടല്ലേ. ഇതിൻ്റെ അടുത്താണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച കൃഷ്ണ റിവറുള്ളത്. അവിടുത്തെ കാണിച്ചിടാം. എത്താറായി, ഒരു 10 മിനിറ്റിലെത്ത് കാണും. തെർമൽ പവർ പ്ലാന്റിൻ്റെ ഇത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇത് കർണാടകയിലെ ആദ്യത്തെ പവർ പ്ലാന്റ് വരുന്നു. പിന്നെ കോളാണ് അവിടെ റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് അവരുടെ പരിപാടികൾ ചെയ്യുന്നത്. ഓൾസോ റെയിൽ കണക്ടിവിറ്റി ഉണ്ട്. അതിപ്പോൾ അവിടുന്ന് കാണാൻ പറ്റുമോ കഴിഞ്ഞു, ജസ്റ്റ് അത് കഴിഞ്ഞു. അവിടെ നിന്ന് ആ പുക കാണുന്നില്ലേ, അതാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം. ആ അറ്റത്തെ 2 റെയിൽ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്തോട്ട് വരുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഒരു സ്റ്റേഷനുണ്ട്, ഏതോ ലോക്കൽ സ്റ്റേഷനാണ്, ജദാൽപൂർ എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഈ തെർമൽ പവർ പ്ലാന്റ് ഉള്ളത്. റൈച്ചൂരിനാണ് നമ്മൾ അറിയാൻ സുഖത്തിനൊക്കെ. അതാണ് അടുത്തുള്ളൊരു വലിയ സിറ്റി. ചെറുപ്പത്തിൽ പഠിച്ച കൃഷ്ണ റിവർ എത്താൻ അമ്മൂനെ വിളിക്കാം. കൃഷ്ണ, അതാണ് ഗൈസ് കൃഷ്ണ റിവർ. നല്ല വെള്ളം ഉണ്ടല്ലോ. ഇതാണ് പണ്ട് ജോഗ്രഫി ക്ലാസ്സിൽ പോലെ വരച്ചിട്ടുണ്ട്. സ്കൂളിൽ ഹൗസും ഞങ്ങൾക്ക് കാവേരിയൊക്കെയായിരുന്നു. നമ്മൾ കൃഷ്ണ ഹൗസിലായിരുന്നു ഗൈസ്. ഞാനും ഉണ്ടായിരുന്നു കൃഷ്ണ ഹൗസിൽ. ഞാനെന്തോ ആയിരുന്നു ഇപ്പോൾ നല്ല വെള്ളമുണ്ട്, നല്ല മഴക്കാറുണ്ട്. താഴെ അവിടെ ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട്. അടുത്ത് ഫുൾ അഗ്രികൾച്ചർ ഏരിയയാണ്. നല്ല ചന്തണ്ട്. കണ്ടു, ഇതിൻ്റെ അടുത്ത് ഫുൾ അഗ്രികൾച്ചറാണ്. പാഡിയാണ് തോന്നുന്നു അല്ലേ, അരിയല്ലേ ഇത്? അതെ നല്ലോണം വെള്ളം ഉണ്ടായതുകൊണ്ട്. കേസ് ഇത് അവിടെ കാണുന്ന തെർമൽ പവർ പ്ലാന്റ് കൃഷ്ണ റിവറിൻ്റെ അടുത്താന്ന് പറഞ്ഞില്ലേ, ദൂരെ കാണുന്നു. കുറേ സമയത്തിന് ശേഷം റെയിലിൻ്റെ അടുത്ത് കുറച്ച് റെസിഡൻഷ്യൽ ഏരിയാസൊക്കെ വരുന്നു. ഇതുണ്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവിടെ. സിനിമ കാണുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ട് കണ്ടവരെ? ഞാൻ നേരെ രാത്രി കണ്ടു പോയി. ഇനി ഒരു സീസണും കാണാനുണ്ട്. ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ സീസൺ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണണം. 7 ഉണ്ട്, 2 കണ്ടു. സോ ഇപ്പം കൃഷ്ണയിൽ നിർത്തിയപ്പോൾ വടാപ്പാവ് കൊണ്ടുവന്നു. ഇപ്പോൾ 2 വടാപ്പാവ് വാങ്ങിച്ചിട്ടുണ്ട്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ആ പൊടിയൊന്നും ഇല്ല കേട്ടോ, നല്ല എരിവുണ്ട്. ഗുഡാണ്. ഏതോ ട്രെയിനിന് ക്രോസിങ് കൊടുക്കുകയാണല്ലോ.
ഇവിടെ നിന്നാണ് വരുന്ന ട്രെയിന്. ഞങ്ങൾ പോകുന്ന അതേ ഡയറക്ഷനിൽ വേറെ ട്രെയിൻ വരുന്നു ഗൈസ്. ഏതാ വണ്ടി കാണാനില്ല. പാർസൽ വാൻ. ഗുഡ്സാ തോന്നുന്നു. പാർസൽ വാനിനൊക്കെ വഴി കൊടുക്കുക. നൈസ്. ഞങ്ങൾ കുറച്ച് ഏളിയാണ്. വണ്ടി റണ്ണിങ് ബിറ്റ് ഏളി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞുമുളക് ഉണ്ട് അതേലുണ്ട്. ഗൈസ് വാടിയെത്തി നമുക്ക് ഫുഡ് വന്നു. 3 ഒരു കാജു മസാല, ഒരു മുട്ടക്കറി, പിന്നെ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ, പിന്നെ ഒരു 8 ചപ്പാത്തി വന്നു. ഗൈസ് റെയിൽവേ സ്റ്റേഷനിലായിരിക്കും ഇപ്പോൾ പോകുന്നത്. 2-3 ആൾക്കാരുണ്ട്. അവിടെ ഫ്രണ്ടിലൊരാൾ വെള്ളത്തോടെ പോകുക കയറി പോണേ. ഇപ്പോൾ വാടിയിലാണ് ഞങ്ങൾ. ഇവിടെ എത്തിയത് ഫുഡ് കോമഡിയാണ്. അരമണിക്കൂർ നേരത്തെ എത്തും ചെയ്തു. ഇപ്പോൾ അരമണിക്കൂർ വൈകിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും ഈ വീഡിയോയുടെ എൻഡ് ചെയ്യുകയാണ്. ഇനി ബാക്കി വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. ഇപ്പോൾ വാടി ഇപ്പോൾ രാത്രി പൂനെയിലെത്തുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഫില്ലിങ് കണ്ടോ ഗൈസ്? കരിങ്കല്ല് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. കരിങ്കല്ല് ചില്ലി.